ഒരു ദിവസം തൻ്റെ മാടത്തിലിരിക്കുകയായിരുന്ന പാക്കനാർ തൻ്റെ വീടിനടുത്തുള്ള വഴിയിലൂടെ കുറച്ചു ബ്രാഹ്മണർ പോകുന്നത് കണ്ടു. മാടത്തിൽ നിന്നും എഴുന്നേറ്റ് ചെന്ന പാക്കനാർ അവരെ വന്ദിച്ചുകൊണ്ട് ചോദിച്ചു, "തമ്പുരാക്കന്മാർ എങ്ങോട്ടാണ് എഴുന്നള്ളുന്നത്?" "ഞങ്ങൾ കാശിയിൽ ഗംഗാ സ്നാനത്തിന് പോവുകയാണ്." ബ്രാഹ്മണരുടെ മറുപടി കേട്ട പാക്കനാർ അവരോട് പറഞ്ഞു, "എന്നാൽ അടിയൻ ഒരു വടി കൂടി തന്നയക്കാം. വിരോധമില്ലെങ്കിൽ ആ വടി ഗംഗാനദിയിലൊന്ന് മുക്കി കൊണ്ടുവന്നു തരാമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു." "ഓ, അതിനെന്ത് വിരോധം? എന്നാൽ അത് എന്തിനായിട്ടെന്നു കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതൊക്കെ തമ്പുരാക്കന്മാർ തിരികെ എഴുന്നള്ളുമ്പോൾ അടിയൻ അറിയിക്കാം." "എന്നാൽ അതു മതി" എന്ന് പറഞ്ഞ് ബ്രാഹ്മണർ പാക്കനാർ നൽകിയ വടിയും വാങ്ങിക്കൊണ്ട് യാത്രയായി. കാശിയിലെത്തിയ ബ്രാഹ്മണർ ഗംഗാ സ്നാനത്തിനിറങ്ങിയ നേരം പാക്കനാർ പറഞ്ഞിരുന്നതുപോലെ അദ്ദേഹം കൊടുത്ത വടി ഗംഗയിൽ മുക്കി. ആ സമയം വെള്ളത്തിനടിയിൽ നിന്നുകൊണ്ട് ഒരാൾ പിടിച്ചു വലിക്കുന്നത് പോലെ ആ വടി വെള്ളത്തിനടിയിലേക്ക് താണുപോയി. പാക്കനാരുടെ വടി പോയല്ലോ, ഇനി തിരിച്ചു ചെല്ലുമ്പോൾ അയാളോട് എന്തു പറയും? ഉണ്ടായ പരമാർത്ഥം പറയാം, അല്ലാതെ മറ്റു നിവൃത്തിയില്ലല്ലോ. വിഷാദത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണർ ഗംഗാസ്നാനം കഴിച്ചു കയറി. വിശ്വനാഥ ദർശനത്തെ തുടർന്ന് ആ ബ്രാഹ്മണർ പിന്നെയും പല പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുകയും പല ക്ഷേത്രങ്ങളിൽ ദർശനം കഴിക്കുകയും മറ്റും ചെയ്ത് ഇല്ലങ്ങളിലേക്കും മടങ്ങുവഴി പാക്കനാരുടെ പടിക്കലെത്തി. ഗംഗാസ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ബ്രാഹ്മണരെ കണ്ടപാടെ പാക്കനാർ എഴുന്നേറ്റ് ചെന്ന് അവരെ വന്ദിച്ചുകൊണ്ട്, "അടിയൻ്റെ വടിയെവിടെ?" എന്ന് ചോദിച്ചു. "പാക്കനാരെ, നിങ്ങൾക്ക് മുഷിച്ചിൽ തോന്നരുത്. വടി ഞങ്ങൾക്ക് കൈമോശം വന്നുപോയി." വിഷാദത്തോടെയുള്ള ബ്രാഹ്മണരുടെ മറുപടി കേട്ട് പാക്കനാർ ചോദിച്ചു, "ആട്ടെ, എവിടാണത് പോയത്? നിങ്ങൾ തന്നയച്ച വടി ഞങ്ങൾ കാശിയിലോളം ഭദ്രമായി സൂക്ഷിച്ചു കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന് ഗംഗയിൽ മുക്കിയപ്പോൾ ആ വടി വെള്ളത്തിൽ താണു പോവുകയാണുണ്ടായത്. ഗംഗയിലാണോ എൻ്റെ വടി പോയത്? എന്നാൽ അതിന് നിവൃത്തിയുണ്ട്" എന്ന് പറഞ്ഞ പാക്കനാർ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ പടിക്കലുള്ള കുളത്തിൻ്റെ വക്കത്ത് ചെന്ന്, "എൻ്റെ വടി ഇങ്ങോട്ട് പോരട്ടെ" എന്ന് പറഞ്ഞു. അത്ഭുതമല്ലാതെ എന്തു പറയാൻ! ഉടൻ തന്നെ ആ കുളത്തിലെ വെള്ളത്തിൽ നിന്നും പാക്കനാർ ബ്രാഹ്മണർ വശം കൊടുത്തയച്ച വടി പൊങ്ങി വരികയും പാക്കനാർ അത് കൈക്കലാക്കുകയും ചെയ്തു. ലോകത്തിൽ ജലമായി കാണുന്നതെല്ലാം ഗംഗയാണെന്നും ഭക്തിയുള്ളവർക്ക് ഗംഗാ സ്നാനത്തിന് കാശിയിൽ പോകേണ്ടതില്ലെന്നും തങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പാക്കനാർ വടി തന്നയച്ചതെന്ന് ഈ സംഭവത്തിൽ നിന്നും ബ്രാഹ്മണർക്ക് മനസ്സിലായി. പാക്കനാരുടെ മനഃശുദ്ധിയെയും ഭക്തിവിശ്വാസങ്ങളെയും ദിവ്യത്വത്തെയും കുറിച്ച് ശ്ലാഘിക്കുകയും വിസ്മയിക്കുകയും അതേസമയം തങ്ങളുടെ അന്ധതയെക്കുറിച്ച് ലജ്ജിക്കുകയും ചെയ്ത ബ്രാഹ്മണർ പാക്കനാരോട് യാത്ര പറഞ്ഞ് അവരുടെ ഇല്ലങ്ങളിലേക്ക് തിരിച്ചു. ഓം തത്സത്.